എന്നാന്ന് ചോദിച്ചാല് നമ്മള് ഇന്നലെ ഒരു ന്യൂസ് കണ്ടു. ഒരു കുഞ്ഞു കുട്ടിയുടെ 8 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ മരുന്ന് മാറ്റി എഴുതി കൊടുത്തത്. ഞാൻ ആ പ്രിസ്ക്രിപ്ഷൻ കണ്ടായിരുന്നു, ന്യൂസിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വ്യക്തമായിട്ടാണ് ഡോക്ടർ നല്ല രീതിയിലാണ് പ്രിസ്ക്രിപ്ഷനിൽ ക്ലിയർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. കാൽപോൾ 125 സിറപ്പ് 5 ml എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഇത്ര ക്ലിയർ ആയിട്ട് എഴുതി കൊടുത്തിട്ടും ഡോക്ടർമാരുടെ കുറിപ്പടിയെ കുറിച്ചും മറ്റും നമ്മുടെ കമന്റ് ബോക്സിൽ നിറച്ചുണ്ടായിരുന്നു. പക്ഷെ ആ ഡോക്ടർ നല്ല ക്ലിയർ ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. സാധാരണ ആൾക്കാർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലാണ് എഴുതിയേക്കുന്നത്. ഇത്രയും ശ്രദ്ധക്കുറവോടുകൂടി ഒരു കൊച്ചിന് ഇത്രയും ഒരു കുഞ്ഞു കുട്ടിക്ക് ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുന്ന അത്രയും ഒരു കെയർലെസ് ആയിട്ടാണോ നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലൊക്കെ ഇരിക്കുന്നത്? ആ കുഞ്ഞിന് ഇപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നെങ്കിൽ നമ്മൾക്ക് സഹിക്കാൻ പറ്റുമോ? ഓരോ ആൾക്കാരും കമന്റ് ബോക്സിലൊക്കെ എഴുതിയത് കണ്ടപ്പോൾ ഡോക്ടർമാരെ കുറ്റപ്പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിക്കുന്നതിൽ എന്താ ഒരു കുഴപ്പം? മനസ്സിലായില്ലേ? ആ ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷനിൽ തന്നെ ഡോക്ടറിന്റെ നമ്പരും അല്ലെങ്കിൽ ക്ലിനിക്കിന്റെ അഡ്രസ്സും ഒക്കെ കാണും. നമ്മൾ ഇങ്ങോട്ടൊന്ന് വിളിച്ച് ചോദിക്കുന്ന ഡോക്ടർ എനിക്ക് ഈ പ്രിസ്ക്രിപ്ഷൻ മനസ്സിലായിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ തന്നെ ആ ഡോക്ടർ അതിന് റിപ്ലൈ ചെയ്യും. റിപ്ലൈ ചെയ്യാതിരിക്കത്തൊന്നുമില്ല. ഇപ്പൊ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നമുക്ക് ആ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുത്തിട്ട് നമുക്കൊരു ഓഡിയോ ഇട്ട് കൊടുത്താൽ മതി. ഡോക്ടർ ഉറപ്പായിട്ടും അതിന് റിപ്ലൈ ചെയ്യാതിരിക്കത്തില്ല. ഒരു പേഷ്യന്റിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അത്ര ഒരു ക്ലിയർ ആയിട്ട് കൊടുക്കുന്ന ഡോക്ടർമാരാണ് ഉറപ്പായിട്ടും അതിൻ്റെതായ ഒരു റെസ്പോൺസിബിൾ ആ ഡോക്ടർമാർക്ക് ഉണ്ടാകും. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധയോടെ വേണം കൊടുക്കാൻ. ഞാനും ഒരു നേഴ്സാണ്. മെഡിക്കൽ ഷോപ്പിൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ഒരു കുഞ്ഞു കുട്ടിക്കൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് എനിക്ക് കണ്ടിട്ട് എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നമ്മൾ എത്രയൊക്കെ കെയർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയ്ക്ക് കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ജോലി. കുഞ്ഞു കുട്ടികൾക്ക് നമ്മളെ വീട്ടിലിരിക്കുന്നവർ തന്നെ അതൊന്ന് വായിച്ച് നോക്കാമായിരുന്നു. കയ്യിൽ ആ സാധനം കിട്ടിയപ്പോൾ നമുക്കിപ്പോൾ അറിയാത്ത ആൾക്കാരൊന്നും അല്ല, എല്ലാവർക്കും തന്നെ മെഡിസിനെ കുറിച്ചും വായിക്കാൻ അറിയാവുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. അത് അവരെഴുതി കൊടുത്തപ്പം വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവർ മേടിച്ചപ്പോഴും അതൊന്ന് വായിച്ച് നോക്കാമായിരുന്നു. പിന്നെ അവർ മെഡിക്കൽ ഷോപ്പിൽ കൊടുത്തതല്ലേ നമുക്ക് കറക്റ്റായിട്ട് തരുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് അവരും അത് ശ്രദ്ധിക്കാതിരുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ വളരെ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമായിപ്പോയി. നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന മെഡിസിൻസ് ഒക്കെ അത്ര നന്നായി ശ്രദ്ധിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ആ കുട്ടിക്ക് ഇന്ന് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്ന ഒരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. എന്നാലും ഇനിയും പറയാൻ പറ്റത്തില്ല. കൊച്ചുകുട്ടികളുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോൾ വേണേലും നമുക്ക് ചേഞ്ച് ആകും. ഈ നിമിഷത്തിൽ നമുക്ക് പറയുന്ന കാര്യത്തിലായിരിക്കത്തില്ല, ചിലപ്പോൾ പെട്ടെന്ന് സീരിയസ് ആകാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. 8 മാസം പ്രായമുള്ള കുഞ്ഞല്ലേ. നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ന്യൂസിലായിട്ടും ഒക്കെ നമ്മൾ കാണുന്നതല്ലേ. ഓരോരോ മെഡിസിൻസ് കൊണ്ടും ഒക്കെ ഓരോരുത്തർക്കും വരുന്ന പ്രശ്നങ്ങൾ. ഞാൻ തന്നെ തമിഴിലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓരോ മെഡിസിൻസും ഇങ്ങനെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് നമ്മൾ പറഞ്ഞ് വേദന ഗുളികകളൊക്കെ മേടിച്ച് കഴിക്കുന്ന ആൾക്കാരെ പറ്റി. നമുക്ക് കേരളത്തിൽ അങ്ങനെ മെഡിസിൻസ് പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ അധികം കൊടുക്കുന്നതായി നമുക്കറിയത്തില്ല. എന്നാലും തമിഴ്നാട്ടിലൊക്കെ ഇഷ്ടംപോലെ മെഡിക്കൽ ഷോപ്പുകളിൽ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലെങ്കിലും അസുഖം പറഞ്ഞ് മേടിക്കുന്ന ഒരു പരിപാടി ഇപ്പോഴും ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാനൊരു വീഡിയോ ഒക്കെ തമിഴിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും നമ്മൾ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി നമ്മളുടെ അസുഖം പറഞ്ഞൊന്നും മെഡിക്കലിൽ നിന്ന് ഗുളികകളൊന്നും വേദന സംഹാരികളൊന്നും മേടിച്ച് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന മെഡിസിൻസ് അത് കറക്റ്റാണോ എന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി തന്ന ഡോക്ടറെ കാണിച്ചിട്ട് പോകുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഡോക്ടർമാരൊന്നും വഴക്ക് പറയത്തില്ല. അതിനെന്ന് വെച്ചാൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാതിരിക്കും നമ്മൾ ഒരു മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് മേടിക്കുന്നതാവാം, നമ്മൾ വലിയ ആൾക്കാർക്ക് മേടിക്കുന്നതാവാം. എന്തായാലും നമ്മളത് മെഡിസിൻ അത് ശരിയാണോ എന്ന് നമ്മൾ ക്ലിനിക്കിലൊന്ന് പോയി ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് നമുക്കിതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ നല്ല വിഷമമുണ്ട്. ആ കുട്ടി പെട്ടെന്ന് ഈ അവസ്ഥയിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു വരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. താങ്ക് യു.